ബാംഗ്ലൂരിലെ ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് കോളേജിന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ്. ഞാൻ ആദ്യം ഇത് ഓർത്തത് സത്യസന്ധമായിട്ടൊക്കെ നടത്തുന്ന കോളേജൊക്കെയാണ് ഓർത്തത്, പക്ഷെ തെറ്റിപ്പോയി. ദയവായി ക്ഷമിക്കുക. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് നടക്കുന്ന വ്യാജ നേഴ്സിംഗ് പഠനം, എന്റെ മക്കളെ, ഈ വ്യാജ നേഴ്സിംഗ് പഠനം പുറത്തു വന്നു കഴിഞ്ഞാൽ BSc നേഴ്സിംഗിനും GNM-നും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകും. അതാണ് യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും നിഷ്കർഷിച്ചിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും. അല്ലെങ്കിൽ ഇത് നിങ്ങൾ പരിശോധിച്ചോ, ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെയും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും എന്താണ് ഈ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗിനെ കുറിച്ചും MSc നേഴ്സിംഗിനെ കുറിച്ചും പറയുന്ന വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സർക്കുലറൊക്കെ ഞാൻ ഒരു ഫയലായിട്ട് വിട്ടിട്ടുണ്ട്, ഒന്ന് പരിശോധിച്ചോ. ഇനിയും നിങ്ങൾ വിചാരിക്കും ഞാനും വിശ്വസിച്ചുകൊണ്ടല്ലോ ഡോക്ടർ നേത്രാവതി സത്യസന്ധമായിട്ടുള്ള പ്രിൻസിപ്പൾ ആണെന്നാണ്. പക്ഷേ തെറ്റിപ്പോയി. കാരണം പറഞ്ഞു തരാം. ഇവിടെ വ്യാജമായിട്ട് ക്ലാസ്സിൽ കയറാതെ നേഴ്സിംഗ് പഠിക്കുന്ന പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് പഠിക്കുന്ന ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണിത്. നിങ്ങളിത് കണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ BSc നേഴ്സിംഗിൽ 250 സീറ്റാണ് കഴിഞ്ഞ കൊല്ലം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കൂട്ടിക്കൊടുത്തത്. ഈ 250 കഴിഞ്ഞ കൊല്ലം 100, അതിന് മുമ്പത്തെ കൊല്ലം 100, ഇവരെല്ലാവരും കൂടെ ഇപ്പൊ ആശങ്കയിലാണ്. കാരണം ഇത് പുറത്തു പോകാൻ നിങ്ങളുടെ ഭാവി അവതാളത്തിലാവും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ സമയം ആധാർ കാർഡ് കൊടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞ ഈ കുട്ടികളും അവിടെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സമയാസമയങ്ങൾ അഡ്മിഷന്റെ അവസാന സമയത്ത് ഈ 2024-25 ഈ കുട്ടികളെ കുറിച്ചുള്ള ഒരു ഓൺലൈൻ സ്റ്റേറ്റ്മെന്റും മറ്റുള്ള രേഖകളും യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്റെ ഇടത്തോടെ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഡോക്ടർ നേത്രാവതിയോട് ചോദിക്കണം. ഈ കുട്ടികളെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ ആവശ്യപ്പെടണം. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കണം, ചുറ്റുപാടും നിരീക്ഷിക്കണം, പരിശോധിക്കണം. അവിടെ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ. ഈ കുട്ടികൾ നിങ്ങളുടെ ഹോസ്റ്റലിലോ അവിടെ ക്ലാസ്സിലോ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിച്ചു വ്യക്തമാക്കണം. ഇതെല്ലാം പരിശോധിച്ച് ഈ കുട്ടികൾ ക്യാമ്പസിലുണ്ട് എങ്കിൽ ഈ കുട്ടികളുടെ മൊത്തം ഒരു ഫോട്ടോ നിങ്ങൾ ഉൾപ്പെടെ അതിന് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും എല്ലാ കുട്ടികളും ചേർന്ന് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇല്ലേ ഈ കുട്ടികളെ ക്യാമ്പസിൽ കാണുന്നില്ല എന്ന ആരോപണം മുമ്പോട്ട് വന്ന് ഒരു അന്വേഷണം വന്നാൽ ഈ കോളേജ് നടത്തുന്ന എല്ലാ അഫിലിയേഷന്റെയും അംഗീകാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ പ്രിൻസിപ്പൾ ഈ കുട്ടികളെ കുറിച്ചുള്ള അനവധി ഫ്രാഡുലന്റ് മാനിപ്പുലേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മുമ്പോട്ട് വന്ന് നിങ്ങൾ ഒരു ആർട്ടി കൊടുത്ത് ആ വിവരം കൂടി ശേഖരിക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി സംരക്ഷിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ പറയുക. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.